നീ എന്റെ മാറ്റിനി കഴിക്കില്ല ഞാൻ വാ. എങ്ങോട്ടാ മോനെ പോണേ? അച്ഛാ ഞങ്ങളെ വരാൻ കാത്തിക്കണം. ഞങ്ങൾ സിനിമയ്ക്ക് പോവാണ്. നിങ്ങൾ ചോറ് വേഗം കിടന്നോളൂ വേണ്ടിട്ടോ. ഏതാ മോനെ സിനിമ? അച്ഛനോടി വരണോ? ആ നിങ്ങൾക്ക് ആ എ സിയിൽ വന്നിരുന്നിട്ട് സുഖമില്ലാണ്ടാവേ. നിങ്ങൾ ഇവിടെ ഇരിക്കാൻ നോക്കി. ഞങ്ങൾ പോയി വരാം. ഞാൻ വാടി. ഞായറാഴ്ചയായിട്ട് രാവിലെ എങ്ങോട്ടാ മോനെ പോണേ? ആ അച്ഛാ ഞങ്ങൾ ഒളവണ്ണയിലൊരു കല്യാണം ഉണ്ട്. ഞങ്ങൾ പോയിട്ട് വരാട്ടോ. ആ ശാന്തന്റെ മോളെ കല്യാണല്ലേ മോനെ? അച്ഛനോട് നിർബന്ധമായിട്ട് വരാൻ പറഞ്ഞേ. അത് പിന്നെ അച്ഛൻ അങ്ങനെ വിളിക്കുമ്പോൾ അങ്ങനെയല്ലേ വിളിക്കുക. അപ്പൊ നിപ്പയും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉള്ള അച്ഛൻ വെറുതെ പോന്നിട്ട് എന്തെങ്കിലും വയ്യാണ്ടായി കഴിഞ്ഞാല് അച്ഛൻ ഇവിടെ ഇരുന്നോളി. ഞങ്ങൾ വേഗം പോയി വരാട്ടോ. എടി 3 ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്ത് അച്ഛാ ഞങ്ങൾ 3-4 ദിവസം ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. നിങ്ങളെ കുട്ടിയുടെ നാടെ പോയി ചോറും ചായക്ക് തിന്നോളൂ കേട്ടോ. ഞാൻ കുട്ടിയോട് വിളിച്ചറിഞ്ഞിന്. പിന്നെ കോഴിക്കുള്ള കാര്യം നോക്കണേ. പിന്നെ ആ ഗേറ്റ് നിങ്ങൾ പുറത്തേക്ക് പോവാണെങ്കിൽ ഗേറ്റ് തുറന്നിട്ട് പോരുതേ. പ്രത്യേകം ഓർക്കണം അച്ഛാ. എങ്ങോട്ടാ മോനെ യാത്ര? അച്ഛൻ ഞങ്ങൾ ഊട്ടിയിലേക്കാണ്. 4 ദിവസം കഴിഞ്ഞിട്ട് എത്താ. എടി എടുത്തിച്ചില്ലേ നീ നോക്ക്. ഊട്ടി ആയ കാലത്ത് മക്കളൊക്കെ ഒരു നിലയിലെത്തിക്കാൻ വേണ്ടിയിട്ട് എവിടെയും പോവാൻ സാധിച്ചില്ല. വാർദ്ധക്യകാലമായപ്പോ വെറും ഒരു കാവൽക്കാരൻ. മരണത്തെ ഭയക്കുന്ന വാർദ്ധക്യകാലത്ത് നിങ്ങളാക്കിയ അച്ഛനമ്മമാരെ ഒന്ന് പുറത്തു കൊണ്ടുപോവുകയോ ഒന്ന് സിനിമക്ക് കൊണ്ടുപോവുകയോ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷവും സമാധാനവും ഒരു ധൈര്യവുമുണ്ട്. ഈ ഭൂമിയിൽ ആർക്ക് മറ്റെന്ത് നിങ്ങൾ ചെയ്തു കൊടുത്താലും ഇതിനേക്കാൾ വലിയ പുണ്യം വേറെ നിങ്ങൾക്ക് കിട്ടാനില്ല.